നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാഷികയ്ക്ക് പ്രാരംഭിക് സിദ്ധാന്തം എന്ന് പറയുന്ന ടെക്സ്റ്റിലെ 5-ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സിൻടാക്സ് വാക്യവിജ്ഞാനമാണ്. ഭാഷയെ മുഖ്യമായിട്ടും വിചാരവിനിമയം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നടക്കുന്നത് സെൻറ്റൻസസിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഭാഷയിലെ ഏറ്റവും സ്വാഭാവികവും മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ഭാഗമാണ് വാക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ്. ഇനി വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പരിഭാഷയാണ് അടുത്ത് പറയുന്നത്. ഭാവങ്ങളെ വ്യക്തമാക്കാനുള്ള വാക്കുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് അർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹം, പൂർണ്ണത ഉള്ള ഒരു സമൂഹത്തെയാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഭാവം കോ വ്യക്ത് കർണേ കി ദൃഷ്ടി സേ ശബ്ദോं का वह समूह. ഈ വാക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ് ഫുൾ മീനിങ്ങിൽ വ്യക്തമാക്കുക എന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അസംഭവം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്ത. അടുത്തിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് വഹ സാർത്ഥക് ध्वनि समुदाय जो पूरे भाव की तुलना में अपूर्ण होते हुए भी अपने आप में पूर्ण हो तथा जिसमें प्रत्यक्ष या परोक्ष रूप में क्रिया का भाव हो वह वाक्य है. സാർത്ഥക് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ടുള്ളത്. ഒരുപാട് ധ്വനികൾ ചേർന്നിട്ടാണല്ലോ ഓരോ വാക്ക് പിന്നെ വാക്യമൊക്കെ ആവുന്നത്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഈ ധ്വനി സമൂഹങ്ങളുടെ സമുദായം അത് മൊത്തം ഭാവത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ചിലപ്പം അപൂർണമായിരിക്കും. പക്ഷേ എന്നാലും അത് ഇപ്പം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ്, എന്നാലും അതൊരു പക്ഷേ മീനിങ്ങിൻ്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുമ്പം ഓൾമോസ്റ്റ് മീനിങ് മനസ്സിലാവും. ആ ഒരു അർത്ഥത്തിൽ അത് അപ്നെ ആപ്പിൽ സ്വന്തമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കും. ഇനി അതിൽ അങ്ങനത്തെ സെൻറ്റൻസിൽ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രൂപത്തിൽ ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിൻ്റെ ഭാവം ഉണ്ടെങ്കിൽ അതൊരു വാക്യമാണ് അല്ലെങ്കിൽ അതൊരു സെൻറ്റൻസാണ്. അടുത്ത് പറയാൻ പോകുന്നത് ഭാഷയുടെ യൂണിറ്റാണ് വാക്യം എന്ന് പറയുന്നത്, സെൻറ്റൻസ്. ഇനി ഭാഷയുടെ ഏറ്റവും ചെറിയ സബ്സേ ചോട്ടി ഇക്കായി ഏതാണെന്ന് വെച്ചാൽ ശബ്ദ് അല്ലെങ്കിൽ വർണ്ണ ആണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് വാക്യ ഉപവാക്യ, അതായത് സെൻറ്റൻസും ക്ലോസും. ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു വ്യാകരണിക് ഗ്രൂപ്പാണ്, അതായത് ഒരു ഗ്രാമറ്റിക്കൽ ഫോമാണ്. അതിനാണെങ്കിൽ മറ്റൊരു ഗ്രാമറ്റിക്കൽ ഫോമുമായിട്ട് ഒന്നിക്കാൻ പറ്റത്തില്ല. ഇനി ഈ സെൻറ്റൻസിന് 2 ഭേദങ്ങളുണ്ട്. ഉദ്ദേശി സബ്ജക്റ്റും ഉണ്ട്, വിധേയി പ്രെഡിക്കേറ്റും ഉണ്ട്. രണ്ടും കൂടി ചേർന്നിട്ടാണ് സാമാന്യ രൂപത്തിൽ കംപ്ലീറ്റ് മീനിങ്ങിൽ ഒരു സെൻറ്റൻസായി ഒരു വാക്യമായി ഉണ്ടാകുന്നത്. ആദ്യം ഉപവാക്യം എന്താ നോക്കാം. അടുത്ത് വാക്യം പറഞ്ഞു, അതിന് ഉപവാക്യം ക്ലോസ്. ഉദ്ദേശ്യം വിധേയം രണ്ടും ഉണ്ടായിട്ടും വ്യാകരണിക് രൂപത്തിൽ ഗ്രാമറ്റിക്കൽ ഫോമിൽ ഏതെങ്കിലും മറ്റൊരു ഗ്രാമറ്റിക്കൽ ഫോമായിട്ട് വ്യാകരണിക് രൂപമായിട്ട് ചേർന്ന് വരുവാണെങ്കിൽ അതാണ് ഉപവാക്യം. അതായത് രണ്ട് സെൻറ്റൻസുകൾ ചേർന്നിട്ട് വരുന്നതാണ് ഉപവാക്യം. ഇനി രണ്ടിലധികമോ ഉപവാക്യം ക്ലോസ് ഒന്നിച്ച് ചേർന്ന് ഒരു സമ്പൂർണ്ണ വാക്യം ആവുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആവണം. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ തന്നെ 2-3 ഭാഗങ്ങൾ ഉണ്ടാവില്ലേ. അച്ഛൻ വന്നു, കുട്ടി അവിടെ ഇരിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നിച്ച് വരത്തില്ലേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ കഴിച്ചു, അതിലിപ്പോൾ 2 സെൻറ്റൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ആണെങ്കിൽ, അതായത് 2-2 ഉപവാക്യങ്ങൾ ചേർന്നിട്ടൊരു സമ്പൂർണ്ണ വാക്യം ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആവുകയാണെങ്കിൽ അതിനെ മിശ്രവാക്യം അല്ലെങ്കിൽ സംയുക്ത വാക്യം, അതായത് കോംപ്ലക്സ് സെൻറ്റൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയും. മിശ്രവാക്യത്തിൽ ഒരു ഉപവാക്യത്തിന് ശീർഷ് അതായത് ഹെഡ് എന്നും മറ്റൊന്നിന് അല്ലെങ്കിൽ ഒന്നിലധികം ഉപവാക്യം ഉള്ളതിന് വിശേഷക് ആട്രിബ്യൂട്ടിൻ്റെ രൂപത്തിലും ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഹെഡും കാണും, ആട്രിബ്യൂട്ട് വിശേഷകം കാണും, ശീർഷം കാണും, വിശേഷകം കാണും. ഇനി സംയുക്ത വാക്കിൽ 2-ലധികം ഈ ശീർഷ് 2-ലധികം ഹെഡും ഉണ്ടാവും. അതായത് ഈ ഉപവാക്കിനെ തന്നെയാണ് ശീർഷെന്നും വിശേഷകമെന്നും പറയുന്നത്, ഹെഡെന്നും ആട്രിബ്യൂട്ടെന്നും പറയുന്നത്. അപ്പോൾ മിശ്രവാക്കിലാണെങ്കിൽ ഒരു ഹെഡ് ഒരു ശീർഷാണ്, ഒരു ഉപവാക്യമാണ് ശീർഷമായിട്ട് വരുന്നത്. ഒന്നിലധികം ഉപവാക്യങ്ങൾ വിശേഷകമായിട്ട് വരും. ഇനി സംയുക്ത വാക്കിലാണെങ്കിൽ
രണ്ടോ രണ്ടിലധികമോ ശീർഷ്, രണ്ടോ രണ്ടിലധികമോ ഉപവാക്യങ്ങൾ ഹെഡായിട്ട് ശീർഷായിട്ട് വരും. അതായത് 2 ഉപവാക്യങ്ങളുണ്ടെങ്കിൽ 2ഉം മുഖ്യമായിരിക്കും, 2ഉം ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കും. അതിനെയാണ് സംയുക്ത വാക്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാൻ പോണത് വാക്യ കെ പ്രകാർ. സെൻറ്റൻസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, വർഗീകരിക്കുന്നത് വാക്യത്തിൻ്റെ, ഒരു സെൻറ്റൻസിൻ്റെ രചനയുടെ പ്രകാരം നോക്കിയിട്ട്, ഗ്രാമറ്റിക്കൽ ഫോം നോക്കിയിട്ട്, ഭാവ്, അർത്ഥ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മീനിങ് ഒക്കെ നോക്കിയിട്ടാണ് ഈ വർഗീകരണം നടക്കുന്നത്. അപ്പം വാക്യരചനയിൽ 4 ഭേദങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അയോഗാത്മക്, രണ്ടാമത്തെ പ്രശ്ലിഷ്ട് യോഗാത്മക്, മൂന്നാമത് ശ്ലിഷ്ട് യോഗാത്മക്, പിന്നെ 4മതായിട്ട് അശ്ലിഷ്ട് യോഗാത്മക്. ഇനി ഇതിൽ ആദ്യത്തേത് അയോഗാത്മക് വാക്യം. ഈ അയോഗാത്മക് വാക്കിൽ പ്രകൃതി പ്രത്യയൻ്റെ വിധാൻ ഉണ്ടാവില്ല. ഇനി ഒരു സെൻറ്റൻസിൽ വാക്കുകളുടെ സ്ഥാനം ഭയങ്കര നിശ്ചിതമായിരിക്കും. ആ നിർണ്ണയിക്കപ്പെട്ട ആ നിശ്ചിതമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം ആ വാക്കുകൾ വരാനുള്ളത്. ഇനി സംബന്ധ തത്വം കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് ശബ്ദങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതായത് പദക്രമങ്ങൾക്ക് ഒക്കെ ഒരു രീതി ഉണ്ടാവും. ഇതൊക്കെ ഈ ചൈനീസ് പോലത്തെ ഭാഷകളുടെയൊക്കെ വിശേഷതയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗോപാൽ സോ ഗോവിന്ദ്, ഗോവിന്ദ് സോ ഗോപാൽ, 2 സെൻറ്റൻസ്. ഇതിൽ ഈ വാക്കുകളുടെ സ്ഥാനം, ഗോപാൽ സോ ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ ഗോപാൽ ഗോവിന്ദിനെ കണ്ടു, ഗോവിന്ദ് സോ ഗോപാൽ എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് ഗോപാലിനെ കണ്ടു. അപ്പോൾ ഈ 2 ഗോപാൽ ഗോവിന്ദ് എന്ന് പറയുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോഴത്തേക്കിനും ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഫുള്ളായിട്ട് മാറിയില്ലേ. അതുപോലെ ഈ പദങ്ങളുടെ സ്ഥാനം മാറ്റുമ്പം ശബ്ദങ്ങളുടെ പരസ്പരമുള്ള ആ ഒരു ബന്ധം മാറുകയാണ്. ചില നേരത്ത് പദങ്ങൾ മാറ്റുമ്പോഴത്തേക്കിനും അത് ഒരു ക്വസ്റ്റ്യൻ പോലത്തെ പ്രശ്നവാചകമായിട്ടുള്ളൊരു മീനിങ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത അതിൻ്റെ എക്സാമ്പിൾ, ഈ പ്രശ്നവാചക പോലെ കിട്ടും എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദിസ് ഈസ് എ ബുക്ക്, ഇതൊരു ബുക്കാണ്. അടുത്തിനി ഈ ദിസ് ഈസിൽ ഈസും ദിസും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ്. ഈസ് ദാറ്റ് എ ബുക്ക്, അതൊരു ബുക്കാണോ? അതൊരു ക്വസ്റ്റ്യൻ പോലെ ആയില്ലേ, പ്രശ്നവാചക അർത്ഥമായില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വാക്കുകൾ അയോഗാത്മകയിൽ വാക്കുകൾക്ക് നിശ്ചിതമായിട്ടുള്ള സ്ഥാനം ഉണ്ടാവും. വാക്കുകൾ മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോവും. അതുകൊണ്ട് വാക്യം നിശ്ചിതമായിരിക്കണം. ഇനി ചില സമയത്ത് പരസ്പരം വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്കിനും അതിനൊരു പ്രശ്നവാചക അർത്ഥം കിട്ടും. അടുത്തതായിട്ട് പ്രശ്ലിഷ്ട് യോഗാത്മക്. ഇവിടെയാണെങ്കിൽ ചില സെൻറ്റൻസുകളിൽ വാക്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, ശബ്ദ, സംജ്ഞ, വിശേഷം, ക്രിയ എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും വരുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു ലോങ് വേർഡിൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ കാര്യങ്ങളെല്ലാം വരും. അതായത് ഒന്നിൽ ഒരു സെൻറ്റൻസിൽ ഈ സംജ്ഞ, ശബ്ദ, വിശേഷൻ, ക്രിയ എല്ലാം കൂടി ചേർന്ന് വരും. അല്ലെങ്കിൽ ഒരു വലിയ ഒരു വാക്ക് വന്നിട്ട് ഈ സെൻറ്റൻസിന് പകരം ആ വാക്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് വരും. അതിന് എക്സാമ്പിൾ പറയണത് നീനകക് എന്ന് പറയുന്ന മെക്സിക്കൻ ലാംഗ്വേജിലൊരു വേർഡാണ്. ഈ മെക്സിക്കൻ ലാംഗ്വേജിൽ നേവത്തിൽ എന്ന് പറഞ്ഞാൽ മേം, നകല് എന്ന് പറഞ്ഞാൽ മാംസ്, കാന്ന് പറഞ്ഞാൽ ഖാന. അതായത് നേവത്തിൽ, നക്കലിൽ, കാന്ന് പറഞ്ഞാലാണ് മേം, മാംസ്, ഖാന, ഞാൻ മാംസം കഴിക്കും. ഇനി ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വാക്കിൽ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. ഒരു സെൻറ്റൻസിൽ എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഇനി ഇതെല്ലാം ഈ സെൻറ്റൻസിനെ മാറ്റി ഒരൊറ്റ വാക്കിൽ ഈ ഒരു ഫുൾ സെൻറ്റൻസിൻ്റെ മീനിങ് വരുവാണെങ്കിൽ നീനകക് എന്ന വാക്ക് യൂസ് ചെയ്യും. ഈ നീനകക്കിൻ്റെ അർത്ഥം മേ മാംസ് ഖത്താഹും. രണ്ടും സെയിമാണ്, പക്ഷെ ഒന്ന് സെൻറ്റൻസായിട്ട് നീട്ടി വലിച്ച് പറഞ്ഞു, ഒന്നൊരൊറ്റ വാക്കിൽ ഈ മീനിങ് സെയിം മീനിങ് തന്നെ ചേർത്തു. ഇങ്ങനെ വരുന്നതിനാണ് ഈ പ്രശ്ലിഷ്ട് യോഗാത്മകം എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ മെക്സിക്കൻ ലാംഗ്വേജിലൊരു എക്സാമ്പിളാണ്. അടുത്തതായിട്ട് ശ്ലിഷ്ട് യോഗാത്മക് വാക്യം. ഇത്തരം സെൻറ്റൻസുകൾ വിഭക്തികൾക്കാണ് പ്രാധാന്യം. ഇത്തരം സെൻറ്റൻസുകളിലെ വാക്കുകൾ എപ്പോഴും വിഭക്തിയുക്തമായിരിക്കും. അതായത് വിഭക്തി ഉണ്ടായിരിക്കുന്ന വാക്കുകളായിരിക്കും എപ്പോഴും. ഇതിൽ വിഭക്തിക്കാണ് പ്രാധാന്യം. ഇനി ഈ വിഭക്തികൾ ചേരുമ്പോഴത്തേക്കിനും ഭാഷയിൽ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാക്കുകളിൽ നിന്ന് പ്രകൃതി ഏതാ പ്രത്യയം ഏതാ എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡായിരിക്കും. ഇതിൽ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് സാൻസ്ക്രിറ്റിലുള്ളതാണ്. രാമഃ രാമോ രാമാഃ, രാമം രാമോ രാമാന്, രാമേണ രാമാഭ്യം രാമൈഹി.
അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് കരോതി കുരുതഹ കുർവന്തി, കരോഷി കുരുതഹ കുരുതഹ, കരോമി കുർപ്പഹ കുർമഹ. അതായത് ഇതിന് മെയിനായിട്ട് വിഭക്തിയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഇത്തരം സെൻറ്റൻസുകളിൽ ഈ സൃഷ്ടി യോഗാത്മക് വാക്കിൽ വിഭക്തിയാണ് മെയിൻ. ഈ വിഭക്തികൾ ചേർന്നിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ നിന്ന് പ്രത്യയത പ്രകൃതിയേത എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാലാമതായിട്ട് അശ്ലിഷ്ടി യോഗാത്മക് വാക്യം. ഇത്തരം സെൻറ്റൻസിൽ അശ്ലിഷ്ടിൽ പ്രത്യയങ്ങൾക്കാണ് ആ സെൻറ്റൻസിൽ പ്രാധാന്യം. ഇത്തരം സെൻറ്റൻസുകളിൽ സംബന്ധിതത്വം പ്രകടമാക്കുന്നത് പ്രത്യയങ്ങളിലൂടെയാണ്. ഇതിൽ പ്രത്യയത്തിന് ഒരുപാട് പ്രകാരമുണ്ടായിരിക്കും. പൂർവ്വ പ്രത്യയം, മധ്യ പ്രത്യയം, അന്ത് പ്രത്യയം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യയത്തിന് തന്നെ ഇത്തരം സെൻറ്റൻസുകളിൽ ഓരോ പ്രകാരങ്ങൾ കാണും. കുറച്ച് ജംഗലി ഭാഷകൾ, അതായത് ഈ ഓരോ ഡയലക്ട്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ, ഇപ്പം ആദിവാസികളുടെ ഭാഷ, ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചില ജംഗലി ഭാഷകളിൽ പൂർവ്വ അല്ലെങ്കിൽ മധ്യ പ്രത്യയനായിരിക്കും പ്രാധാന്യം. ഇനി ദ്രാവിഡ ഭാഷകളെടുത്താൽ അന്ത് പ്രത്യയനായിരിക്കും പ്രാധാന്യം. ഇനി ഗ്രാമറ്റിക്കൽ ഫോമിൻ്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസിൽ 3 ഫോമുണ്ട്. നമ്മളിപ്പം തൊട്ട് നേരത്തെ പറഞ്ഞത് വാക്യരചനയുടെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മൾ നേരത്തെ അശ്ലിഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് 4ആയിട്ട് തിരിച്ചത്. ഇനി പറയാൻ പോണത് ഈ വാക്കിനെ തന്നെ ഗ്രാമറ്റിക്കൽ വ്യാകരണിക് സംരചനയുടെ ദൃഷ്ടിയിൽ എങ്ങനെ തിരിച്ചിരിക്കുന്നതാണ്. ഗ്രാമറ്റിക്കൽ ഇതിൽ നോക്കുകയാണെങ്കിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാധാരണ വാക്യ സിമ്പിൾ സെൻറ്റൻസ്, സംയുക്ത വാക്യ കോമ്പൗണ്ട് സെൻറ്റൻസ്, മിശ്ര വാക്യ കോംപ്ലക്സ് സെൻറ്റൻസ്. ആദ്യമായിട്ട് സാധാരണ വാക്യ അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ്. ഏതൊരു സെൻറ്റൻസിലാണോ ഒരു ഉദ്ദേശ്, അതുപോലെ ഒരു വിധേയി, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, ഒരു ഉദ്ദേശ് ഒരു വിധേയി ഉള്ളത്, അതിനെയാണ് സാധാരണ വാക്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബച്ച ദൂത് പീത്താ ഹെ. ഇവിടെ സബ്ജക്റ്റ് ബച്ചായും പ്രെഡിക്കേറ്റ് ദൂത് പീത്ത ആണ്. അടുത്ത സംയുക്ത വാക്യം. ഏത് സെൻറ്റൻസിലാണോ 2ഓ 2-ലധികമോ പ്രധാന ഉപവാക്യം ഉള്ളത്, അതിനെയാണ് സംയുക്ത വാക്യം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രധാന ഉപവാക്യം 2ഓ 2-ലധികമോ പ്രധാന ഉപവാക്യം അല്ലെങ്കിൽ ഹെഡ്, ശീർഷ് ഏത് സെൻറ്റൻസിലാണുള്ളത് അതാണ് സംയുക്ത വാക്യം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മേം ഗോപാൽ കെ ഘർ ഗയ, ഞാൻ ഗോപാലിൻ്റെ വീട്ടിൽ പോയി. പർ വഹ് വഹാം നഹീന്ത, പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു. ഇത് രണ്ടും ഒറ്റ സെൻറ്റൻസിൽ 2 മെയിൻ സെൻറ്റൻസാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി, അവൻ അവിടെ ഇല്ലായിരുന്നു. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് സംയുക്ത വാക്യം. അടുത്തതായിട്ട് മിശ്രവാക്യം. ജിസ് വാക്യമേം, ഏത് വാക്കിലാണോ ഒരു പ്രധാന ഉപവാക്യം ഒന്നോ ഒന്നിലധികമോ ആശ്രിത ഉപവാക്യം, അതായത് ഈ ഉപവാക്യനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ആശ്രിത ഉപവാക്യം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, അതിനെയാണ് മിശ്രവാക്യം എന്ന് പറയുന്നത്. ഒരു പ്രധാന ഉപവാക്യം ഒന്നോ ഒന്നിലധികമോ ആശ്രിത ഉപവാക്യം ഉള്ളതാണ് മിശ്രവാക്യം. എക്സാമ്പിൾ. ഇനി ഇതിൽ തന്നെ ഈ മിശ്രവാക്യൻ്റെ 3 ഭേദങ്ങളുണ്ട്. സംജ്ഞാ ഉപവാക്യം, നൗൺ ക്ലോസ്, വിശേഷണ ഉപവാക്യം, അഡ്ജക്റ്റീവൽ ക്ലോസ്, പിന്നെ ക്രിയാവിശേഷണ ഉപവാക്യം, അഡ്വേർബിയൽ ക്ലോസ്. ഇതിൻ്റെ എക്സാമ്പിൾ. ആദ്യത്തെ സംജ്ഞാ ഉപവാക്യൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധ്യാപകനെ കഹ കൽ ചുട്ടി ഹെ, അധ്യാപകൻ പറഞ്ഞു നാളെ അവധിയാണ്. ഇനി വിശേഷണ ഉപവാക്യം അഡ്ജക്റ്റീവ് ക്ലോസ്. ഇതിൽ കൽ ചുട്ടി ഹെ ആണ് കേട്ടോ നോൺ ക്ലോസിൽ വരുന്നത്. അടുത്ത് വിശേഷണ ഉപവാക്യം അഡ്ജക്റ്റീവൽ ക്ലോസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വഹ് ഘർ ജോ ഗലി കി മോഡ് മേ ഹെ മേരാ ഹെ, ആ വീട് അത് ആ സ്ട്രീറ്റിൻ്റെ അവിടെ ഉള്ളത് അതെൻ്റെ ആണ്. അടുത്ത് ക്രിയാവിശേഷണ ഉപവാക്യം അഡ്വേർബിയൽ ക്ലോസിൻ്റെ ഒരു എക്സാമ്പിൾ ജഹാ മേനെ ബതായ ദാ രാമു വഹാ നഹി ആയ, എവിടെയാണോ ഞാൻ പറഞ്ഞത് രാമു അവിടെ വന്നില്ല. ഇനി സെൻറ്റൻസിൻ്റെ 3-മത്തെ ഒരു ഭേദമാണ് ഭാവം അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ വാക്യത്തിൻ്റെ ഭേദം. ഭാവ് അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ വാക്യത്തിൻ്റെ ഒരു 8 ഭേദങ്ങളോളം ഇവിടെ പറയുന്നുണ്ട്. അതിലാദ്യത്തേത് വിധാൻ സൂചക് വാക്യം അഫിമേറ്റീവ്. അതിൻ്റെ എക്സാമ്പിൾ പാനി ഠണ്ടാ ഹോത്താ ഹെ, വെള്ളം തണുത്തതാണ്. അടുത്ത 2-മത്തേത് നിഷേധ് സൂചക് വാക്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് ആജ് പാനി നഹി ബർസ, നഹി വഹി മത് ജാവോ,
ഇതൊക്കെ നെഗറ്റീവായിട്ട്. ആജ് പാനി നെഹീം ബർസ. ഈ നെഹീം എന്ന് പറയുമ്പം ഒരു നെഗറ്റീവ് അല്ലേ. ഇന്ന് വെള്ളം അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്തില്ല എന്നൊക്കെ പറയില്ല, വെള്ളം വന്നില്ല. വഹീം മജ്ജാവോ. മത്ത് എന്ന് പറയുമ്പം തടയുന്ന, അപ്പം അതൊരു നെഗറ്റീവ് സെൻസില്ല. അവിടെ പോകരുത്. അങ്ങനെയൊക്കെ വരുന്നതാണ് നിഷേധ് സൂചക് വാക്യം. ഇനി മൂന്നാമത് ആജ്ഞാസൂചക് വാക്യം, ഇമ്പരേറ്റീവ്. ആജ്ഞാസൂചകം എന്ന് പറയുമ്പം ആജ്ഞ കൊടുക്കുന്നത്. എക്സാമ്പിൾ, റോസ് അപ്ന പാഠ് പഠോ. എല്ലാ ദിവസവും സ്വന്തം പാഠം പഠിക്കൂ. അടുത്തത് നാലാമത്തത് വിസ്മയാദിബോധക് വാക്യം, എക്സ്ക്ലമേറ്ററി. അതായത് നമ്മളിങ്ങനെ വാവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ. അതിൻ്റെ എക്സാമ്പിൾ, വാഹ് പത്മാജി കിത്നാ സുന്ദർ നച്തി ഹെ. ഓ, പത്മാജി എത്ര സുന്ദരമായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അടുത്ത പ്രശ്നസൂചക് വാക്യം, ഇൻട്രോഗേറ്റീവ്. വഹ് പത്ര ക്യോ നഹി ലിഖ്താ ഹെ. എന്തുകൊണ്ടാണ് അവൻ ലെറ്റർ എഴുതാത്തത്. ഇനി ഇച്ഛാസൂചക് വാക്യം അല്ലെങ്കിൽ വിഷ്. ഇച്ഛ എന്ന് പറയുമ്പോൾ വിഷ്. ഭഗവാൻ ഭലാക്കരെ, ഈശ്വരൻ നല്ലത് ചെയ്യട്ടെ. അടുത്ത് സന്ദേശ് സൂചക് വാക്യം, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ്. ഷായദൊക്കെ വരുമ്പോഴത്തേക്കിനും ഡൗട്ടാണ് കേട്ടോ. ഷായദ് ആജ് ഗാഡി ദേർ സെ പഹുഞ്ചെ. ഷായദ് ഇന്നെങ്കിലും, ഒരുപക്ഷെ ഇന്നെങ്കിലും വണ്ടി വേഗം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ. അടുത്ത് സങ്കേതാർത്ഥക് വാക്യം, ഇൻഡിക്കേറ്റീവ്. ഇതിൻ്റെ എക്സാമ്പിൾ, അഗർ ആപ് കവത്തെ തോ കാം ബൻത. ഒരുപക്ഷെ നീ പറഞ്ഞിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. ഇതിൻ്റെ തിയറി പഠിക്കാനുള്ള എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അടുത്തതായിട്ട് സന്നിഹിത് ഘടക്, ഇമീഡിയറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ്. ഇതെന്താണെന്ന് നോക്കണമെങ്കിൽ രൂപിമാനുക്രമങ്ങൾ, ശബ്ദ് അല്ലെങ്കിൽ ശബ്ദാനുക്രമം, ഇതിൻ്റെ എല്ലാം മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സംയോജനം, ഒരു കൂടിച്ചേരലിലൂടെ കൂടിച്ചേരലിനെയാണ് രചന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. രൂപിമാനുക്രമം, ശബ്ദാനുക്രമം, ഇതിൻ്റെ എല്ലാം സാർത്ഥകമായിട്ടുള്ള ഒരു സംയോജനമാണ് രചന, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു രചനയുടെ കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും ചെറിയ തത്വത്തിന് ആണ് ഘടക് അല്ലെങ്കിൽ അവയവ്, കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കൺസ്ട്രക്ഷൻ്റെ രചനയുടെ ഉള്ളിലുള്ള ഘടകങ്ങൾ, അതായത് കോൺസ്റ്റിറ്റ്യുവൻസ് പരസ്പരമുള്ള അതിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പരസ്പരമുള്ള ഒരു ബന്ധം ഒരേ രീതിയിലായിരിക്കത്തില്ല. കുറച്ച് ഘടകങ്ങൾ പരസ്പരം അത്ര അടുത്തിട്ടല്ലാണ്ട് കുറച്ച് ഡിസ്റ്റൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇത്തരം ഘടകങ്ങൾ ചേർന്നിട്ട് സംയുക്ത രൂപത്തിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് ഏതെങ്കിലും മറ്റ് ഘടകങ്ങളുമായിട്ട് ഒരു സംബന്ധം ഉണ്ടാക്കും. ഇത്തരത്തിൽ കുറച്ച് അകന്ന് നിൽക്കുന്ന ഇങ്ങനത്തെ ഘടകങ്ങളെ ചേർത്തിട്ടാണ് സന്നിഹിത് ഘടക് അല്ലെങ്കിൽ നികടസ്ഥ അവയവം, ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയണത്. ചില സമയത്ത് സെൻറ്റൻസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സന്നിഹിത് ഘടകങ്ങളെ വിശ്ലേഷണം ചെയ്യുന്നത് ആവശ്യകമാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലത രമ ഓർ ഉമാക്കി ചാച്ചി. അതായത് ഈ വിശ്ലേഷണം ചെയ്യാന്ന് പറയുമ്പം ഇതിനെ തിരിച്ചറിയണ്ടേ. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതേ കണക്ക്. ഈ ലത രമ ഓർ ഉമാക്കി ചാച്ചി എന്ന് പറയണതിൽ ലതേൻ്റെ ഒരു കോമഡി ഉണ്ട്. ഈ ലത രമയുടെയും ഉമയുടെയും ചാച്ചിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലത എന്ന് പറയണത് ഒന്ന് എടുത്ത് പറയണത്. അങ്ങനെ പറയണതിനാണ് ഈ വിശ്ലേഷണം. അതിൻ്റെ ഒരു ഡയഗ്രാമൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്ലാസിഫിക്കേഷനൊക്കെ പോലെ. നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൽ ലത രമയുടെയും ഉമയുടെയും ചാച്ചി എന്നാണ് ഞാൻ പറഞ്ഞത്, അത് തെറ്റാണ്. ലതയുടെയും രമയുടെയും ഉമയുടെയും ചാച്ചി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെയാണ് താഴേക്ക് ഇങ്ങനെ ബോക്സ് പോലെയൊക്കെ തിരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 പേരുടെയും ചാച്ചി എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള മീനിങ്. അതിനെയാണ് ഇങ്ങനെ വിശ്ലേഷണമൊക്കെ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നിന് ശേഷം കാണുന്ന, അതായത് ഒരർത്ഥത്തിന് ശേഷം അവിടെ കാണുന്ന രൂപങ്ങളുടെ അർത്ഥങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിന് ശരിയായിട്ടുള്ള മീനിങ് എപ്പോഴും കിട്ടണം എന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ ഒരു വാക്കിന് ഒന്നിന് പകരം ഉള്ള രൂപങ്ങളുടെ മീനിങ് നോക്കിയിട്ട് ഒരു വാക്യത്തിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ അതൊരിക്കലും
ഈസി ആയിരിക്കത്തില്ല. അതായത് രൂപങ്ങളുടെ ഒരു കറക്റ്റായിട്ടുള്ള ക്രമിക്കായിട്ടുള്ള ഒരു കൂടിച്ചേരലിലൂടെയാണ് ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിളായിട്ട് ചൈനീസ് ഭാഷയിലെ ഉഫേൻ ജങ്ക് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 5 മിനിറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 5, ഫേൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡ് അല്ലെങ്കിൽ വിഭാഗ്, ജങ്ക് എന്ന് പറഞ്ഞാൽ ഖണ്ഡ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഉഫേൻ ജങ്ക് എന്ന് പറയുമ്പോഴാണ് 5 മിനിറ്റ് എന്ന മീനിങ് വരണത്. ഈ സന്നിഹിത് ഘടകിനെ വിശ്ലേഷണം ചെയ്യുമ്പോഴത്തേക്കിന് മെയിനായിട്ട് 2 ഘടകം ഒക്കെ ആയിട്ട് കിട്ടും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നികഡ് ആയിട്ട് സംബന്ധം വയ്ക്കുന്ന 2 എന്നുവെച്ചാൽ അത്ര അടുത്തിട്ടല്ലാണ്ട് നിൽക്കുന്ന 2 ഘടകങ്ങളെ പരസ്പരം ചേർക്കുമ്പോഴത്തേക്കിനുമാണ് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആയിട്ടുള്ളൊരു ക്രമം വരണത്. പക്ഷേ ചില സമയങ്ങളിൽ 2 2-ലധികമോ ഘടകങ്ങളെ ഇങ്ങനെ കൂടിച്ചേർക്കുമ്പോഴാണ് സെൻറ്റൻസ് കിട്ടുന്നത്. 2-ലധികം ഒക്കെ സെൻറ്റൻസുകളെ കൂടിച്ചേർക്കേണ്ട ആവശ്യം വരുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രാം, ശ്യാം ഓർ പ്രേം മദ്രാസ് ഗയേ. ഇത് രാം, ശ്യാം, പ്രേമൊക്കെ ഒന്നിച്ചാണ് എടുക്കേണ്ടത്. അതുപോലെ ദാൽ, ഭാത്ത്, റൊട്ടി, ഖായി. ഇതിൽ ദാൽ, ഭാത്ത്, റൊട്ടി ഇത് 3 ഒന്നിച്ചാണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് ചിഹ്നക് അല്ലെങ്കിൽ മാർക്കർ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ലത, രമ ഓർ ഉഷാക്കി ചാച്ചി. ഇതിൽ ഓറും കീയുമാണ് ചിഹ്നക്. അതായത് ഈ വാക്കുകളെയൊക്കെ ഒന്നിപ്പിക്കുന്നതില്ലേ, ചിഹ്നക് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഒന്നിപ്പിക്കുന്നത്. ഈ ഓറും കീയുവിൻ്റെ കൂടിയാണ് ഈ ലത, രമ, ഉഷ, ചാച്ചി എല്ലാം കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത്. അതിനെയാണ് ചിഹ്നക് എന്ന് പറയുന്നത്. ഇനി സന്നിഹിത ഘടകങ്ങളിൽ അനുദാനം അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ട്. എക്സാമ്പിൾ രാം ഭോപ്പാൽ ഗയ. രാം ഭോപ്പാലിൽ പോയി. ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു സന്നിഹിത ഘടകത്തിൽ അനുദാൻ്റെ ബേസിൽ പ്രശ്നമാണോ ആശ്ചര്യമാണോ വിഭിന്ന ഇങ്ങനെ ഏതാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം പ്രശ്നമാണെങ്കിൽ രാം ഭോപ്പാൽ ഗയ, ഒരു നമ്മൾ ചോദിക്കുന്ന ടോണൊക്കെ ഇല്ലേ, ടോണ് മാറുമ്പോൾ തന്നെ ആ സെൻറ്റൻസിൻ്റെ മീനിങ് മാറൂലേ. അപ്പം പ്രശ്നമാക്കണമെങ്കിൽ രാം ഭോപ്പാൽ ഗയ എന്ന് വയ്ക്കുമ്പോൾ രാം ഭോപ്പാലിൽ പോയോ, ഇനി രാം ഭോപ്പാൽ ഗയ അത് നോർമൽ, രാം ഭോപ്പാലിൽ പോയി. ഇനി ആശ്ചര്യം, രാം ഭോപ്പാൽ ഗയ, രാം ഭോപ്പാലിൽ പോയി അങ്ങനെയൊക്കെ പറയില്ലേ. അതിനാണ് ഈ പ്രശ്നം ആശ്ചര്യം എന്നൊക്കെ ആക്കിയിട്ട് ഈ ഒരു വാക്ക് അനുദാൻ ബേസ് ചെയ്തിട്ട് ഈ സെൻറ്റൻസിൻ്റെ തന്നെ വിഭിന്ന രൂപങ്ങളിലേക്ക് കിട്ടും എന്നൊക്കെ പറയണത്. ഇനി രചനാപ്രകാരമാണ് കൺസ്ട്രക്ഷൻ ടൈപ്സ്. ഇതിൽ അന്തഃ കേന്ദ്രിത് ഓർ ബാഹി കേന്ദ്രിക്, അതായത് എക്ഡോസെൻട്രിക്കും എക്സോസെൻട്രിക്കും, അന്തഃകേന്ദ്രിതം കേന്ദ്രികം. ഈ അന്തഃകേന്ദ്രിക് എന്ന് പറയുന്നത് ഏത് രചനകളിലാണോ ഒരു ശീർഷ്, നേരത്തെ പറഞ്ഞ ഹെഡ്, അതും അതിൻ്റെ വിസ്താരം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ള രചനകളെയാണ് എൻഡോസെൻട്രിക് അല്ലെങ്കിൽ കേന്ദ്രിക് എന്ന് പറയണത്. അതായത് ഏത് രചനയിൽ ഇപ്പം ഒരു രചന അതിൻ്റെ അകത്ത് ഏത് രൂപവർഗത്തിലാണ് വരുന്നത്, ഇപ്പം ഘടകങ്ങൾ ഏതിലാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ കേന്ദ്രിക് എന്ന രചനയാണെന്ന് പറയണത്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ബൂട്ട കുത്ത കോണേമേം പടാഹെ. വയസ്സായിട്ടുള്ള കുത്ത ഒരു കോണിൽ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് കിടക്കുന്നു. ഇതിലൊരു ശീർഷ് ഹെഡ്, അതുപോലെ തന്നെ ഒരു വിശേഷൺ ആട്രിബ്യൂട്ടും ഉണ്ട്. കുത്ത പടാഹെ അത് ശീർഷാണ്. ബൂട്ട കോണേമേം എന്ന് പറയുന്നത് വിശേഷണമാണ്. ഈ കുത്തയുടെ വിശേഷനാണ് ബൂട്ട, വയസ്സായ കുത്ത. ഇനി പടാഹെ അതിൻ്റെ വിശേഷനാണ് കോണേമേം പടാഹെ അത് വിശേഷനാണ്. ഇനി അന്തഃകേന്ദ്രിക രചനകളിൽ ഒരു ശീർഷും ഒരു വിശേഷണമാണെങ്കിൽ അതിനെ സവിശേഷക രചന ആട്രിബ്യൂട്ടീവ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആശ്രിത രചന സബോർഡിനേറ്റീവ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് ഒരു സെൻറ്റൻസിൽ ഇപ്പം ഒരു അന്തഃകേന്ദ്രിക രചന അതിൽ ഒരു ശീർഷം ഒരു വിശേഷണം ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ബൂട്ട കുത്ത കോണേമേം പടാഹെ. ഇതിൽ ബൂട്ടെ ബച്ചയിൽ ബച്ചയുടെ വിശേഷണമാണ് ബൂട്ടെ, സോ രഹേ ഹെ ഉറങ്ങുകയാണ്. ഇനി
ഏത് അന്തഃകേന്ദ്രിക രചനകളിലാണോ രണ്ട് ഘടകങ്ങളിൽ, അതായത് രണ്ട് ഘടകം ശീർഷാവുന്നത്, അതിനെയാണ് സമന്വിത രചന, കോർഡിനേറ്റീവ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബൂട്ടേ വച്ച്. ഇനി അന്തഃകേന്ദ്രിക അല്ലാത്ത രചനകളെയാണ് ബഹികേന്ദ്രിക്, എക്സോസെൻട്രിക് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു രചന ഒരു രൂപവർഗത്തിൻ്റെ അകത്ത് വരുമല്ലോ, അപ്പോൾ ആ ഒരു രൂപവർഗത്തിൽ ഈ സന്നിഹിത ഘടകമൊന്നും ഇല്ലെങ്കിൽ അതിനെയാണ് ബഹികേന്ദ്രിക എന്ന് പറയുന്നത്. ഇത്തരം രചനകളിൽ ഏതെങ്കിലും മറ്റ് രചനകളുടെ കൂടെയാണ് ചേർത്ത് എഴുതുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളിൽ തന്നെ ഒരു സ്ഥാനവും ഉണ്ടാവത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ മേസ് പർ, രാംകോ, ലഡ്കാ സുന്ദർ ഹെ, ലഡ്കി അച്ചാ ഗാത്തി ഹെ, ധക്ക ഹെ, ആവേശ് മേം ആയി. ഇത്തരം ഉദാഹരണങ്ങളിൽ രണ്ട് ഘടകം ഒന്ന് മറ്റൊന്നിൻ്റെ സ്ഥാനം എടുക്കാൻ പറ്റത്തില്ല. അതിനെയാണ് ബഹികേന്ദ്രിക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വാക്യാത്മക് സംഹലഗ്രത, സിൻടാക്റ്റിക്കൽ ലിങ്കേജ്. ഒരു സെൻറ്റൻസിനുള്ളിൽ വാക്കുകളുടെ അല്ലെങ്കിൽ വാക്യാംശൻ്റെ പരസ്പരം ഒന്നിച്ച് ചേർക്കുന്ന ഒരു തരീക്ക, ഒരു രീതി കാണുമല്ലോ, അതിനെയാണ് വാക്യാത്മക് സംഹലഗ്രത എന്ന് പറയുന്നത്. ആ ഒരു തരീക്കേനെ. ഇതിന് തന്നെ ഒരുപാട് പ്രകാരങ്ങളുണ്ട്. ഒന്നാമത്തത് സഹലഗ്രത ചയൻ, സെലക്ഷൻ. എക്സാമ്പിൾ ആണെങ്കിൽ സുന്ദർ മനുഷ്യ, സുന്ദർ മനുഷ്യ, അതിൽ സുന്ദരാണ്. തേസ് ചാൽ, ഇതിൽ തേസ്. ഇത്തരം രചനകളിൽ ആദ്യത്തെ ശബ്ദം, ആദ്യത്തെ വാക്ക് മറ്റൊന്നിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും, അതായത് മറ്റൊന്നിൻ്റെ വിശേഷകമായിരിക്കും. നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൽ ഈ ഘടകങ്ങളുടെ ക്രമത്തിൽ അതിന് പരസ്പരം ഒരു സംബന്ധം ഇത്തരത്തിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തത് പ്രസംഗം അല്ലെങ്കിൽ പ്രകരണം, കോണ്ടെക്സ്. ഈ പ്രസംഗം അല്ലെങ്കിൽ പ്രകരണിലൂടെ, കോണ്ടെക്സിലൂടെ സംഗ്രഹലത. എക്സാമ്പിൾ ഉസ്നെ ലാൽ പഗടി പഹൻ രഖി ഹെ. ഇതിൽ ലാൽ പഗടി, ഈ ലാൽ പഗടീനെ കണ്ടിട്ടാണ് അടുത്തൊരു സെൻസ് ലാൽ പഗടി കോ ദേഖ് കർ ചോർ ഭാഗ് ഗയ. ഈ ലാൽ പഗടീനെ കണ്ടിട്ട് കള്ളന്മാർ ഓടിപ്പോയി. ഇതിൽ രണ്ടിലും ഈ ലാൽ പഗടി ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പ്രസംഗ ബേസ് ലാൽ പഗടി കാ സംബന്ധ സ്പഷ്ട ഹോത്ത ഹെ. ഈ ഭേദിലൂടെ ലാൽ പഗടിയുടെ ബന്ധം സ്പഷ്ടമാണ്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ചിഹ്നകിലൂടെ സംഗ്രഹലത. അതായത് എക്സാമ്പിൾ രാം ഓർ ശ്യാം, ഈ ഓർ എന്ന് പറയുന്നതാണ് ഈ ചിഹ്നക്. അതുപോലെ തന്നെ മേസ് പർ പെൻസിൽ, ഇതിൽ ഈ രാം ഓർ ശ്യാമിൽ ഓറും മേസ് പർ പെൻസിൽ പറും ആണ് ചിഹ്നക്. അടുത്തതായിട്ട് രൂപസിദ്ധി, ഇൻഫ്ലക്ഷനിലൂടെ സംഗ്രഹലത. ഇതിൻ്റെ തന്നെ ഒരുപാട് ഭേദങ്ങളുണ്ട്. അൻവിധി, കോൺകോഡ്, നിയമൻ അല്ലെങ്കിൽ ശാസൻ, ഗവൺമെൻറ്, പിന്നെ ശാസനാത്മക് അൻവിധി, ഗവൺമെൻറ്റൽ കോൺകോഡ് എന്നിങ്ങനെ ഈ രൂപസിദ്ധിയിൽ തന്നെ, ഇൻഫ്ലക്ഷനിൽ തന്നെ 3 ഭേദങ്ങളുണ്ട്. ആദ്യം അൻവിധി അല്ലെങ്കിൽ കോൺകോഡ് എന്താണെന്ന് നോക്കാം. ഈ അന്തഃകേന്ദ്രിത ആയിട്ടുള്ള രചനകളിൽ അൻവിധിക്ക് വലിയൊരു മഹത്വം തന്നെ ഉണ്ട്. എക്സാമ്പിൾ കാലാഘോട, കറുത്ത കുതിര. ഇനി കാലിഘോടി, പിന്നെ കാലേഘോടെ, കാലിഘോടിയ. അടുത്തതായിട്ട് നിയമൻ അല്ലെങ്കിൽ ശാസൻ, ഗവൺമെൻറ്. ഏതെങ്കിലും ഒരു വേർഡിൽ അല്ലെങ്കിൽ രൂപമിൽ ഏതെങ്കിലും ഒരു ബാഹ്യകാരണം ഇല്ലാണ്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള ശബ്ദങ്ങളിൽ അല്ലെങ്കിൽ രൂപത്തിൽ കുറച്ച് നിശ്ചിതമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നിയമൻ അല്ലെങ്കിൽ ശാസനം എന്ന് പറയും. എക്സാമ്പിൾ നേക്കോ സേപ്പർ, ഇങ്ങനെയുള്ള പരസർഗ്. ഇതിൻ്റെ കൂടെയുള്ള ശബ്ദങ്ങളിൽ പ്രത്യേകിച്ചൊരു ബാഹ്യകാരണമൊന്നും ഇല്ലാണ്ട് രൂപഗ്രഹൺ എടുക്കുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. എക്സാമ്പിൾ കമര, കമരേ, കപ്പടേ എന്നൊക്കെ വരില്ലേ. ഈ പരസർഗ്, നേക്കോ സേപ്പർ ഇതൊക്കെ ചേർന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അതിനാണ് നിയമൻ അല്ലെങ്കിൽ ശാസൻ എന്ന് പറയുന്നത്. അടുത്ത അവസാനമായിട്ട് ശാസനാത്മക് അൻവിധി അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ കോൺകോഡ്. ഹിന്ദിയിൽ എല്ലാ സംജ്ഞയ്ക്കും അതിൻ്റെ ആ ഒരു ലിങ്ക് മുന്നേ തന്നെ നിർണ്ണയിക്കപ്പെട്ടിരിക്കും. പെൻസിലിന്
ഭൂമിക്ക്, ഇങ്ങനെ ഓരോ വാക്കിനും അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ അതിൻ്റെ ലിംഗം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും, നിശ്ചിതമായിരിക്കും. അത്തരം വിശേഷണങ്ങളെ ലിംഗത്തിൻ്റെ പ്രഭാവത്തിൽ രൂപപരിവർത്തനം നടത്തും. അല്ലെങ്കിൽ ഇത്തരം വിശേഷണങ്ങൾ ലിംഗിൻ്റെ പ്രഭാവത്തിലായിരിക്കും മാറ്റങ്ങൾ വരിക. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ പത്ര എന്ന് പറയുന്ന വാക്ക് പുല്ലിംഗമാണ്, ചിട്ടി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗമാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് സെയിമാണ്. ഇനി കിതാബ് സ്ത്രീലിംഗമാണ്, ഗ്രന്ഥു പക്ഷേ പുല്ലിംഗമാണ്. അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഉസ്കാ പത്ര, ഈ പത്ര പുല്ലിംഗമായിട്ട് ഉസ്ക എന്ന് വരും. ഇനി ചിട്ടിയാണെങ്കിൽ ഉസ്കി ചിട്ടി എന്ന് വരും, അത് സ്ത്രീലിംഗമായിട്ട് ഉസ്കി വന്നു. ഇനി ഗ്രന്ഥ് പുല്ലിംഗമാണ്, അപ്പോൾ മോട്ട എന്ന് വന്നു. ഇനി പുസ്തകമാണെങ്കിൽ സ്ത്രീലിംഗമായിട്ട് മോട്ടി എന്ന് വന്നു, അല്ലെങ്കിൽ മോട്ടി കിതാബ് എന്ന് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലിങ്ക് വെച്ചിട്ടുള്ള ശാസനാത്മക അൻവിധിയുടെ എക്സാമ്പിൾസ്. ഇനി പത്ര അല്ലെങ്കിൽ ചിട്ടി ഇതിൻ്റെ രൂപത്തിൽ ഒരു പരിവർത്തനം വന്നിട്ടില്ല. അതായത് ആ പത്ര, ഗ്രന്ഥ്, ചിട്ടി, പുസ്തകം ഈ ഒരു വാക്കുകൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടെ വന്ന ശബ്ദമാണ് ലിംഗം കാരണം വിശേഷണ രൂപത്തിൽ പരിവർത്തനം വന്നത്. ഇതിനെയാണ് ശാസനാത്മക അൻവിധി എന്ന് പറയുന്നത്.